നമസ്കാരം. കാളകിടക്കും കയറോടും ഒരമ്മ പെറ്റ മക്കളെല്ലാം തൊപ്പിക്കാര്, ഇങ്ങനെ പല കടങ്കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്കിലിതാ പുതിയൊരെണ്ണം കൂടി. ഒരു മന്ത്രിസഭയിൽ ഉള്ളതെല്ലാം പാഴ്ജന്മങ്ങൾ. ഓപ്ഷനിൽ ശരിയുത്തരമില്ലെങ്കിൽ പോലും ഒറ്റ വാക്കിൽ ഉത്തരം പറയാം. അതാണ് പിണറായി മന്ത്രിസഭ. തള്ളും വെടിയും വിവരദോഷവും വീരവാദവുമായി നടക്കുന്ന ഈ മന്ത്രിമാർക്ക് അതിനായി പ്രത്യേക അലവൻസുകൾ വല്ലതും കൊടുക്കുന്നുണ്ടോ എന്തോ. കർക്കടക ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ധനമന്ത്രി ബാലഗോപാലിനെ എണ്ണ തേപ്പിച്ച് ഒന്ന് തിരുമ്മി കുളിപ്പിക്കണം. ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പോൾ പാടടി, ഇങ്ങനെ ഏതെങ്കിലും ചെല്ലപ്പൈങ്കിളിയോട് പറഞ്ഞേൽപ്പിക്കുകയും വേണം. 2 പല്ലിൻ്റെ ബോർഡടപ്പിക്കാൻ ഇംഗ്ലണ്ടിൽ നിന്നും വിമാനം പിടിച്ച് കേരളത്തിലെത്തിയ ഒരു സമ്പന്നൻ്റെ കഥയാണ് ധനസചിവൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത്. ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു വിമാനം പിടിച്ച് കേരളത്തിൽ വരും. കാരണം വിമാന ടിക്കറ്റും പിന്നെ മിച്ചവും വരും. ഈ 2 പല്ലിന് കോടടയ്ക്കണമെങ്കിൽ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ചെയ്യുന്നതാണ് ലാഭം. ഈ പ്രസംഗം കേട്ടതോടെ ലോകരാജ്യങ്ങളിൽ നിന്നും പല്ലിൻ്റെ പോടടയ്ക്കാനുള്ളവർ ഇങ്ങോട്ട് വരാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതുകൂടാതെ മന്ത്രി മറ്റൊരു കഥ അനുഭവ സാക്ഷ്യത്തിലൂടെ പറയുകയും ചെയ്തു. എൻ്റെ ഒരു സ്റ്റാഫിൻ്റെ സഹോദരിയുടെ കുഞ്ഞിനെ പൂച്ച കടിച്ചു. അവർ സൗദി അറേബ്യയിൽ നിന്നും കേരളത്തിൽ വന്നാണ് കുത്തിവെപ്പ് സ്വീകരിച്ചത്. അതും പോരാഞ്ഞ് വന്ദേ ഭാരതിൽ ഒപ്പം യാത്ര ചെയ്ത സൗദിയിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ പറഞ്ഞത്രേ, ഇത്രയും നല്ല ചികിത്സയും സൗകര്യങ്ങളുമുള്ളൊരു നാട് ഈ കേരളമല്ലാതെ വേറെ എന്തുണ്ട്. മണിച്ചിത്രത്താഴിലെ കാട്ടുപറമ്പിന് എന്തെങ്കിലും ഭാവമാറ്റമുണ്ടോ എന്നറിയാൻ ദാസപ്പന് സൂക്ഷിച്ചു നോക്കേണ്ടി വന്നു. എങ്കിൽ ബാലഗോപാലിൻ്റെ അസുഖം ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിപ്ലവത്തിൻ്റെ വാദം നീങ്ങി ശീതം പിടിപെട്ട ഒരു മന്ത്രിയാണ് ഈ ബാലഗോപാലനും. ഇംഗ്ലണ്ടിലെ ഒരു കുട്ടിയെ കഥാപാത്രമാക്കി മുൻപ് പിണറായി വിജയൻ ഒരു പുളുവടി നടത്തിയിരുന്നു. ആ കുട്ടി ഒരിക്കൽ പിണറായി വിജയനോട് ചോദിച്ചു, നമ്മുടെ നാട് എന്തൊരു മാറ്റമാണ് സാർ മാറിയിരിക്കുന്നത്, ഇവിടുത്തെ റോഡുകളൊക്കെ ഇംഗ്ലണ്ടിലെ റോഡിനേക്കാൾ മെച്ചമായല്ലോ. ബാലഗോപാലൻ്റെ കഥയിൽ ആടി നിൽക്കുന്ന പല്ലുമായി പോടടപ്പിക്കാൻ വന്ന ആ മനുഷ്യനും കാണാമറയത്ത് നിൽക്കുകയാണ്. പേവിഷത്തിന് കുത്തിവയ്പ്പെടുത്തിട്ടും കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ 20-ലധികം പേർ പേ പിടിച്ചു മരിച്ചതായി ബാലഗോപാലൻ അറിഞ്ഞിട്ടേയില്ല. പൂച്ചകടിയേറ്റതിന് കുത്തിവയ്പ്പെടുത്ത ഒരു കുഞ്ഞ് കഴിഞ്ഞ ദിവസവും മരിച്ചിരുന്നു. ഈ വാർത്തകൾ കേട്ടിട്ടും സൗദിയിൽ നിന്നും ഇങ്ങോട്ട് കുത്തിവയ്പ്പെടുക്കാൻ വന്ന കുടുംബത്തിന് നല്ല മനസ്സ് കാണാതെ പോകരുത്. ഒരുപക്ഷെ നാട്ടിലെ ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിലേക്ക് വന്ന വിവരമായിരിക്കാം ഇദ്ദേഹം ഈ പറയുന്നതെല്ലാം. സർക്കാർ ആശുപത്രിയിലെ ചികിത്സയുടെ മികവിനെപ്പറ്റി കേരളത്തിലെ സാംസ്കാരിക മന്ത്രി തന്നെ വിളിച്ചു പറഞ്ഞത് അവർ കേട്ടിട്ടുണ്ടാകില്ല. താൻ പറയുന്നത് വിവരദോഷമാണെന്ന് അറിയാതെ പറയുന്നവരുണ്ട്. ആ ഗണത്തിൽപ്പെട്ട സജി ചെറിയാനെ നമുക്ക് വെറുതെ വിടാം. തൻ്റെ മണ്ടത്തരം മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ല എന്ന് ധരിച്ച് നിരന്തരം സംസാരിക്കുന്ന ഗോവിന്ദനെയും ശിവൻകുട്ടിയെയും വിടാം. എന്നാൽ താൻ പറയുന്നത് മണ്ടത്തരമാണെന്നും അത് കേട്ടിരിക്കുന്നവർ മണ്ടന്മാരല്ല എന്നും ചിന്തിക്കാതെ വിവരദോഷം പറയുന്ന ബാലഗോപാലിനെ സമ്മതിച്ചേ തീരൂ. ഈ ബാലൻ്റെ ധനകാര്യ മികവ് കാരണം തെണ്ടാൻ ചട്ടിയെടുക്കണോ കുത്തുപാളയെടുക്കണോ എന്ന സംശയം മാത്രമേ ഉള്ളൂ കേരളത്തിലെ പാവം ജനങ്ങൾക്ക്. ഇംഗ്ലണ്ടിൽ നിന്നും ഒരുത്തൻ പല്ലിൻ്റെ പോടടയ്ക്കാൻ ഇങ്ങോട്ട് വന്ന കാര്യം പറഞ്ഞില്ലേ? നിങ്ങൾക്കൊക്കെ എന്തായാലും ഇവിടെ ഇരുന്ന് തന്നെ പോടടയുന്നുണ്ടല്ലോ. നമ്മുടെ നാട് വല്ലാതെ മാറിയിരിക്കുന്നു. പണ്ടൊരു മന്ത്രി PR കുറുപ്പ് ചേട്ടൻ അമേരിക്കയിലേക്ക് പോയത് ഓർമ്മയില്ലേ പല്ലെടുപ്പിക്കാൻ? ഇന്ന് പോടടയ്ക്കാൻ ഇംഗ്ലണ്ടുകാർ കേരളത്തിലേക്ക് വരുന്നു. തള്ളുമ്പോൾ ഒരല്പം മയത്തിലൊക്കെ തള്ളണ്ടേ ബാലഗോപാലൻ സാറേ? പക്ഷേ അതൊന്നും പുള്ളിയോട് ചോദിക്കരുത്. അമേരിക്കയേക്കാൾ വികസിച്ച ചില പ്രദേശങ്ങൾ കേരളത്തിലെ ഏതോ പഞ്ചായത്ത് വഴിയുടെ സൈഡിലുണ്ടെന്ന് പ്രസംഗിച്ച പാവമാണ് ഈ ബാലഗോപാലൻ. മനുഷ്യൻ അവരധ്വാനിക്കുന്ന കാശ് കൊണ്ട് പെട്രോളും ഡീസലും അടിക്കും. ചിലപ്പോൾ ഒരു കുപ്പി മദ്യം വാങ്ങി സേവിക്കും. ആ കാശിൻ്റെ നല്ലൊരു വിഹിതം സർക്കാരിന് ചെല്ലും. സർക്കാർ അത് ആഡംബരത്തിനും അനാവശ്യത്തിനും തോന്നിവാസങ്ങൾക്കും എടുത്ത് പൂട്ടടിക്കും. അതിനുശേഷം ബാക്കിയുള്ള ജില്ലി വല്ലപ്പോഴും പാവങ്ങൾക്ക് പെൻഷനായി നൽകും. ചന്ദ്രലേഖ എന്ന സിനിമയിൽ കുതിരവട്ടത്തിൻ്റെ കാര്യസ്ഥനെ ഓർമ്മയില്ലേ? 100 എന്ന് പറഞ്ഞ് ശ്രീനിവാസൻ ചെല്ലുമ്പോഴൊക്കെ 100 വീതം ബാഗിൽ നിന്നും എടുത്തു കൊടുക്കുന്ന കാര്യസ്ഥൻ. ഇങ്ങനെ പിണറായി പറയുമ്പോഴൊക്കെ കുളത്തിനും ചാണകക്കുഴിക്കും ക്ലിഫ് ഹൗസിനും അത്താഴ വിരുന്നുകൾക്കും ലോകസഞ്ചാരത്തിനും ഫ്ലെക്സ് അടിക്കാനും കാശ് കൊടുക്കുന്ന ഒരു വെറും കാര്യസ്ഥൻ മാത്രമാണ് ഈ ബാലഗോപാലൻ. ഒന്നാലോചിച്ച് നോക്കുക. പിണറായി വിജയൻ്റെ ഒരു ബുദ്ധി നോക്കണേ. ബാലഗോപാൽ സ്വപ്നം കണ്ടതേയല്ല ധനമന്ത്രി എന്ന സ്ഥാനം. 9ൻ്റെ പട്ടിക അറിയാവുന്ന ആർക്കും
കേരളത്തിന് ധനമന്ത്രിയാകാമെന്ന് പിണറായി തെളിയിച്ചു കഴിഞ്ഞു. മസാല ബോണ്ടയും കിഫ്ബിയും ഒന്നും കയ്യിലില്ലെങ്കിലും ബാലഗോപാലും പറയാറുണ്ട് വേണ്ടി വന്നാൽ പ്ലാൻ ബി എടുക്കുമെന്ന്. ആരോഗ്യവകുപ്പിൻ്റെ മേന്മ പറഞ്ഞ് വെടിയടിക്കുന്ന ബാലഗോപാലൻ എന്താണ് ധനവകുപ്പിൻ്റെ മഹത്വമൊന്നും പറയാത്തത്? വടിച്ചുകോരിയതിൻ്റെ ബാക്കി വല്ലതും ഖജനാവിൽ ഉണ്ടാകുമോ എന്തോ ഓണത്തിന് ഓരോ കിറ്റ് എടുക്കാൻ. ആടിയ പല്ലുമായി കേരളത്തിലേക്ക് വന്ന ഇംഗ്ലണ്ടുകാരനെ എന്തുകൊണ്ട് ആരോഗ്യവകുപ്പിൻ്റെ അംബാസഡറാക്കുന്നില്ല? ഈ കഥ നാളെ മുതൽ വീണ ജോർജ് അല്പം ചതുരപടിപോടുകൂടി സംസാരിച്ചു തുടങ്ങും. എന്നിട്ട് വിളിച്ചൊരു ചോദ്യവും, പോടടയ്ക്കാനുണ്ടോ പോട്, പോടടയ്ക്കാൻ പോരുവിൻ പോരുവിൻ.